got for your shopping. ഹലോ ഗായ്സ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മളുടെ വിയറ്റ്നാം എപ്പിസോഡ് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിരുന്നു, പിന്നീട് എനിക്കത് വീണ്ടും തുടരാൻ സാധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഹോച്ച്മാനിൽ ഞങ്ങളുടെ ഫുൾ ടീം, ഇൻഡൽ മണിയുടെ ബാക്കിയുള്ള ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, അങ്ങനെയുള്ള കർണാടക, അങ്ങനെയുള്ള എല്ലാ ഏരിയയിൽ നിന്നുള്ള ടീമുകൾ ഹോച്ച്മാനിലെത്തി. ഞാനും, ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല, ഞാനും സന്ധ്യയും കൂടി ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഹോച്ച്മാനിലെത്തി. ഞങ്ങൾ ആദ്യം തന്നെ രാവിലെ വന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വാർ റെമനൻസ് മ്യൂസിയം. US വിയറ്റ്നാമിൻ്റെ ഒക്കെ ഒരു യുദ്ധം നടത്തിയിരുന്നു 1955 മുതൽ 75 കാലഘട്ടം. അതൊരു വളരെ ഭയങ്കര വല്ലാത്തൊരു സിറ്റുവേഷനാണ്. നമുക്ക് ആ മ്യൂസിയത്തിൽ പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ അതിന് യുദ്ധത്തിന് ആവശ്യമുള്ള ടാങ്കറുകളും ഹെലികോപ്റ്ററുകളും അങ്ങനെയുള്ള പല തരത്തിലുള്ള യുദ്ധത്തിന് വേണ്ട എല്ലാ സന്നാഹങ്ങളും കൊണ്ടാണ് അമേരിക്ക അവിടെ വന്നത്. സോ അതിൻ്റെ ഒരു എന്താ പറയുക ശേഷിപ്പുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബാക്കി വന്ന സാധനങ്ങൾ, അതിൽ അനുഭവിക്കുന്നവർ, അതിൽ യുദ്ധത്തിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് മാത്രമല്ല, അതിൻ്റെ ഇരകളായവരുടെ ഫോട്ടോസ്, അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എല്ലാം നമുക്കവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഒരുപാട് യുദ്ധസന്ന എന്ന് പറഞ്ഞാൽ 55-75 കാലഘട്ടങ്ങളിലാണ് കേട്ടോ ഇത്രയും യുദ്ധത്തിനാവശ്യമായിട്ടുള്ള യുദ്ധക്കോപ്പുകൾ അവർ നിർമ്മിച്ചിരുന്നത്. അത് പല തരത്തിൽ പല രീതിയിൽ എന്ന് പറഞ്ഞാൽ ചെളിയിലൂടെ പോകുന്നത്, ഈ ബങ്കറുകളിൽ സ്ഥാപിക്കാൻ പറ്റുന്നത്, അതേപോലെ തന്നെ റിവറിലൂടെയും. വിയറ്റ്നാമിൽ ഒരുപാട് റിവറുകളും കാര്യങ്ങളും ഉള്ളതാണ്. സോ അതിലൂടെ പോകാനുള്ളത്, അങ്ങനെ പല തരത്തിലുള്ള ബോട്ടിൽ കണ്ടില്ല, ഇത് സെറ്റ് ചെയ്തിരിക്കണുണ്ടോ, ഇതൊക്കെ എന്താണെന്ന് പോലും നമുക്കറിയില്ല. ഒരു AK-47 പോലത്തെ. അങ്ങനെ നമ്മൾ നേരെ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് നടന്നു. നല്ല ചൂടാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇത് 2024 കേട്ടോ ഞാൻ എൻ്റെ ഈ ഒരു ട്രാവല്. സോ ഹോച്ച്മാന് വേറൊരു പേരുണ്ട്, സൈഗോൺ എന്നും കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ പല തരത്തിലുള്ള നമ്മളുടെ യുദ്ധത്തിന് പെട്ടവരുടെയും ഒക്കെ ഫോട്ടോസും അതിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് അനുഭവിക്കുന്ന, ഇപ്പോഴും പലതരത്തിൽ അസുഖങ്ങളായിട്ടുമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. അങ്ങനെയുള്ള ഒരുപാട് ഫോട്ടോസാണ് കയറി വരുമ്പോൾ ഉള്ള നമ്മളുടെ ലോബി, അല്ലെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ ഉള്ള ഏരിയയിൽ വെച്ചിരിക്കുന്നത്. ഒരു ലോബി എന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലൂടെയാണ് അന്നത്തെ ജനങ്ങൾ സഞ്ചരിച്ചിരുന്നത്. എല്ലാം അനുഭവിച്ചവർ. അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ വച്ചിട്ടുണ്ട് അവർ. ഒരുപാട് ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു ടച്ച് സ്ക്രീൻ പോലെ നമുക്ക് എന്തൊക്കെ അതിനെക്കുറിച്ച് അറിയാനുള്ള എല്ലാ കാര്യങ്ങളും വച്ചിട്ടുണ്ട്. അതിൻ്റെ മാപ്പ് കാര്യങ്ങൾ. സോ അത്രയും ഡീറ്റെയിലിംഗ് ആണ് അവർ വച്ചിരിക്കുന്നത്. ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനൊരു പ്രോപ്പറായിട്ടൊരു ഗൈഡ് വേണം. പക്ഷേ അപ്പോൾ നമുക്കൊരു ഗൈഡിനെ കിട്ടിയില്ലെങ്കിൽ ഒരു ഓഡിയോ ഗൈഡ്, നമുക്കൊരു സ്പീക്കർ മീൻസ് നമുക്കൊരു ഹാൻഡ് ഫ്രീയും പ്ലസ് അതിന് വേണ്ട ഒരു ഡിവൈസും തരും. സോ ആ ഡിവൈസിൽ നമ്മൾ ഓരോ ഏരിയയിൽ ചെല്ലുമ്പോൾ നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിലെയും കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും. ഒരു 80,000 VN കറൻസിയാണ് വരുന്നത്. 80,000 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. സോ അങ്ങനെ നമുക്ക് ആ നമ്പർ ഇത് ചെയ്യാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. നമുക്കതിങ്ങനെ ചെവിയിൽ വെച്ചിട്ട് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് ആ ലാംഗ്വേജിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ അവിടെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ട്, അപ്പം ഞാനത് എടുത്തില്ല, ഞാൻ അവിടെ ഉള്ളത് വായിച്ച് കേൾക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇതൊരു 2-3 നിലകളിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചൂടുള്ളത് കൊണ്ട് അവർ വെറ്റ് ടിഷ്യൂസ് ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ അവരത് തണുത്ത വെറ്റ് ടിഷ്യൂ ആണ്. നമുക്കത് എടുത്തൊന്ന് മുഖം തുടയ്ക്കുമ്പോൾ നമുക്കൊരു റിഫ്രഷ്മെൻറ്റും കാര്യങ്ങളും കിട്ടും. അങ്ങനെ ഞാൻ അവിടെ അതൊക്കെ ചെയ്ത് ഞാൻ നേരെ ആദ്യത്തെ ഒരു റൂമിലേക്ക് കയറി. ആ റൂമിൽ കയറുമ്പോൾ ഇതേപോലെ തന്നെ പഴയ കണ്ടില്ല, ഇതെല്ലാം അന്നത്തെ അവിടെ നിന്നും എടുത്തു കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഈ ഫോട്ടോസ് എല്ലാം ആ യുദ്ധം നടന്ന സമയത്ത്, ഇത് ഓരോ റൂമുകളും ഓരോ രീതിയിലുള്ള റൂമുകൾ കണ്ടില്ലേ. ഇതൊക്കെ ഓരോ ഭാഗങ്ങളും ഈ അമേരിക്കൻ US ആർമിയുടെ ക്രൂരത കാണുന്ന, അല്ലെങ്കിൽ ക്രൂരത നിറഞ്ഞ ഫോട്ടോസും കാര്യങ്ങളുമാണ്. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഫോട്ടോ ആണ്. നമ്മളിത് ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മളുടെ സോഷ്യൽ മീഡിയയിലും ഒക്കെ. ആ ഒരു
വളരെ പ്രശസ്തമായുള്ളൊരു ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ ആ ഒരു ഓടി വരുന്ന ഒരു പെൺകുട്ടിയാണ്, ആ ഡ്രസ്സില്ലാതെ ഓടി വരുന്ന ആ കുട്ടിയില്ലേ, അതൊരു പെൺകുട്ടിയാണ്. ഒരു വല്ലാത്ത നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് തകർന്നു പോവും. കാരണം അന്നത്തെ ജനങ്ങൾ എന്തൊക്കെയാണ് അനുഭവിച്ചിരിക്കണമെന്നറിയോ? ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പാവപ്പെട്ട നിരപരാധികളായ ജനങ്ങൾ അനുഭവിച്ച് കണ്ടില്ലേ, ഓരോന്നിൻ്റെയും കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെയാണ് ഇവരുടെയൊക്കെ ഫേസിലും ഒക്കെ വന്നിരിക്കുന്നത്. അത് ഒരുപാട് വർഷങ്ങൾ അവരുടെ തലമുറകൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്നാണ് ഈ ഒരു നമ്മളുടെ ഇവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഒരുപാട് അവരുടെ ഗണ്ണുകളും എല്ലാം അവരിവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പല തരത്തിലുള്ള. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, അന്നത്തെ കാലത്ത് എന്തൊക്കെ മോഡേൺ, എന്തൊക്കെ വെറൈറ്റി എക്യുപ്മെൻറ്റ്സാണ് ഇവർ യൂസ് ചെയ്തിരുന്നതെന്നുള്ളത് നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യമാണ് കേട്ടോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇവരുടെ US ആർമിയുടെ ഏറ്റവും മൃഗീയമായൊരു അവസ്ഥയായിരുന്നു. ഒരു രാസവസ്തു, അതിൻ്റെ പേര് ഏജൻറ്റ് ഓറഞ്ച് എന്നാണ്. ആ രാസവസ്തു ഉപയോഗിച്ചതും അത് എങ്ങനെയാണ് അവർ ചെയ്തത്, എത്ര മൃഗീയമാണെന്നറിയോ? കാരണം ഒരു നാടിനെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. ഇത് ഫ്ലൈറ്റിലൂടെ ആ ഏരിയയിൽ അവിടുത്തെ വൃക്ഷങ്ങളും കൃഷിയും ഒന്ന് പറഞ്ഞാൽ ഏത് വിധേനയും അവരെ അടിമകളാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് കണ്ട സങ്കടം വരും. ഇപ്പോൾ നിങ്ങൾ പോകെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഭീകരമാണ്. പല അസുഖങ്ങളാണ് അവരുടെ പല രീതിയിൽ. ഇപ്പോൾ നമ്മൾ എൻഡോസൾഫാൻ നമ്മൾ കേട്ടിട്ടുണ്ട് കാസർഗോഡ്, അതുപോലെയുള്ള പല വളരെ മൃഗീയമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചത്. അവിടെ ഒന്നും ഉണ്ടാവില്ല, നാട് നശിച്ച് ജീവിക്കാൻ വഴിയില്ലാതെ അങ്ങനെ ഏത് വിധേനയും കണ്ടില്ലേ, ഇത് ഓരോ ഫോട്ടോസ് കണ്ടോ, ഓരോന്ന് അവരുടെ കെമിക്കൽ റിയാക്ഷനാണ് അവരുടെ ബോഡിയിൽ. എനിക്കത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്നുണ്ട്. ഈ കുട്ടീനെയൊക്കെ നോക്കൂ, കഷ്ടമാണ് അവിടുത്തെ അവസ്ഥ. അത് അനുഭവിച്ചവരാണ് ഇതെല്ലാം. അവിടെ ഒരു വല്ലാത്ത സിറ്റുവേഷനാണ് ഇതൊക്കെ കാണുമ്പോൾ. അതിനുശേഷം ഒരു വലിയ ബോർഡിൽ അത് നിങ്ങളുടെ ഒരു സ്നേഹം അതിൽ എഴുതി നിങ്ങൾക്ക് ഒട്ടിക്കാം. അങ്ങനെ പലതും അവിടെയുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് കേട്ടോ, നമുക്കിപ്പോൾ കുട്ടികളായിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു സ്പേസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇത് മനസ്സിലാവില്ല. സോ അവരവിടെ കൊണ്ടുപോയി നമുക്ക് വിടാം, എന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഓരോന്നും കണ്ട് രസകരമായിട്ട് പോകാം. അപ്പോഴും അവിടെ പല ബിസിനസ് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സൊവനീറുകൾ മേടിക്കാം, അല്ലെങ്കിൽ കമ്മൽ, മാല, അങ്ങനെ പലതും മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ്സും അതിനോടൊപ്പം ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും നേരെ ഞങ്ങൾ പോയത് ഇതേപോലെ തന്നെ ഹോച്ചിമിനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സെൻട്രൽ പോസ്റ്റ് ഓഫീസ്. അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗുസ്റ്റാവ് ഐഫൽ എന്ന് പറഞ്ഞിട്ടൊരു ആളാണ്. അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗോത്തിക്, റിനസൻസ്, അതേപോലെ തന്നെ ഫ്രഞ്ച് കോളനി എന്നിവയുടെയൊക്കെ ഒരു സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് 1891 ഇത് പണി കഴിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോഴും ഇത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു പരിപാടി. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ മൊത്തം ഒരു കൊട്ടാരത്തിലേക്കാണ്. ഇതിൻ്റെ ടൈൽസൊക്കെ കണ്ടോ, അതൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ് കേട്ടോ. ഇപ്പോഴൊന്നും ചെയ്തതല്ല, ഇതൊക്കെ അന്ന് ഉണ്ടാക്കി തീർന്നത്. ഇതെല്ലാം ഫോൺ ബൂത്തുകളാണ്. പണ്ട് നമുക്ക് ഓർമ്മയില്ല, പല ടൈപ്പ് ഇങ്ങനെ കയറിയിരുന്ന് ഫോൺ വിളിക്കാം. ഇന്നിപ്പം ഞാൻ അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കയറിയിരുന്ന ഒരു ലേഡി ലെറ്റർ എഴുതുന്നുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഇൻലൻഡൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ കാർഡ് വാങ്ങിച്ച് നമുക്ക് നേരെ ലെറ്റർ എഴുതിയിട്ട് നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ വേണ്ടി അയക്കാം. അതൊക്കെ ഒരു മെമ്മറിയാണ്. കുറേ സ്റ്റാമ്പുകളും പല സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇവരെല്ലാം ലെറ്റർ എഴുതുകയാണ് കേട്ടോ. എനിക്കത് ഭയങ്കര രസകരമായിട്ട് തോന്നി.
അതിനുശേഷം ഞങ്ങൾ അങ്ങനെ നേരെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ടാണ് പോയത്. അപ്പോഴേക്കും നന്നായിട്ട് വിശന്നു. നല്ല ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. കാരണം ഇവരെല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് അവർക്ക് എല്ലാ ഫുഡും ഇഷ്ടപ്പെടും. എസ്പെഷ്യലി ഈ വിയറ്റ്നാം ഫുഡൊന്നും നമുക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടില്ല. ഗൈഡ് ഒരു ഉഗ്രൻ ഗൈഡായിരുന്നു കേട്ടോ. ലേഡി സൂപ്പറായിരുന്നു. അങ്ങനെ തന്തൂർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത്. ഈ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇതിൻ്റെ ബാലൻസ് വീഡിയോ വരുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള രസകരമായിട്ടുള്ള വീഡിയോസാണ്. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം പ്ലീസ് ചക്കരകളെ. അപ്പോൾ വേറൊന്നും പറയാനില്ല. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡേവ് ഡീറ്റെയിൽ ടോക്സ്. നമ്മൾ ഇപ്പോൾ 50,000 സബ്സ്ക്രൈബേഴ്സും കടന്ന് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ഇനിയും എന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് വേറൊന്നും പറയാനില്ല. അപ്പോൾ സൈനിങ് ഓഫ്.